നമോ നാരായണായ. ഓം ശ്രീ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകാനായി എന്നും ഭഗവാനെ ഉള്ളുരുകി വിളിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദൈവങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്ന, നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമുക്ക് താങ്ങാവുന്ന, നമുക്ക് ശരിയായ വഴി കാട്ടിത്തരുന്ന ഒരു ഈശ്വര സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഓരോരുത്തരിലും ഓരോ ഈശ്വര സാന്നിധ്യമായിരിക്കും ഉണ്ടാവുന്നത്. ഗുരുവായൂരപ്പനാണ് നിങ്ങളുടെ വഴികാട്ടി എങ്കിൽ, ഗുരുവായൂരപ്പൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മഹാഭാഗ്യമാണത്. എല്ലാവർക്കും അത് ലഭിച്ചു എന്ന് വരില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാനായിട്ടാണ് ഈ ലക്ഷണങ്ങൾ ഞാൻ പറയുന്നത്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ലക്ഷണം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാട്ടിത്തരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ, ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ലക്ഷണങ്ങൾ എന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റും വലയം സൃഷ്ടിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്, അല്ലേ? ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന സമയത്ത് ചില ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാറില്ല. ഭഗവാൻ കാട്ടിത്തരുന്ന ചില ദിവ്യ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് അത് അറിയാൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ കാട്ടിത്തരുന്ന ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്നൊരു അപകടം സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആപത്തിൽ പെടുന്ന സമയത്ത്, വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളാവാം, ഒന്ന് കാലിടറി വീഴുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരാൾ നിങ്ങളെ വന്ന് താങ്ങി നിർത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് കാട്ടിത്തരുന്ന ഒരു ലക്ഷണമാണ്. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ ഏതൊരു ആപത്തിൽ പെടുന്ന സമയത്തും ഭഗവാൻ തന്നെ ദൂതനായി വന്ന് രക്ഷിക്കാറുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാറില്ല. ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ പെടുകയാണ് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു വിഷമത്തിലാണ് നിങ്ങളുള്ളത്. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വളരെയധികം ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് വളരെ പെട്ടെന്ന് വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം ഭഗവാന്റെ ഒരു കൈ നിങ്ങളുടെ മേൽ ഉണ്ട് എന്നുള്ളത്. ഭഗവാനാണ് നിങ്ങളെ ആ പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചത് എന്നുള്ളത്. പലപ്പോഴും പലരുടെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, അല്ലേ? നമ്മൾ ഒരുപാട് അങ്ങ് ടെൻഷൻ അടിക്കും, എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും എന്നാലോചിച്ച്. ചിലപ്പോൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു രീതിയിലും നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ആ ഒരു പ്രശ്നം കടന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത്, അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സഹായം നമുക്ക് നേർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാന്റെ കൈകൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരോ ആയാലും നമുക്ക് ഈ ഒരു സഹായം ചെയ്യുന്നത് ഭഗവാൻ അവരിൽ തോന്നിപ്പിക്കുന്നതാണ്. ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉള്ള ഒരാൾക്ക് അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിക്കൂടാ എന്നുള്ള നിർബന്ധം ഭഗവാനുണ്ട്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് സഹായവുമായി ഒരാളെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ആ ഒരു കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കണം. ഇനി അടുത്ത ഒരു ലക്ഷണം, രാത്രിയിലെ സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നത്തിൽ ഭഗവാനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കും, ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ മേലുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ രാത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുന്ന സമയത്ത്
ഗുരുവായൂരപ്പനെ കുറിച്ച് ആലോചിച്ച് കിടക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വന്ന് ഭഗവാൻ ഓരോ കാര്യങ്ങൾ പറയുന്നതായിട്ട് തോന്നാറില്ലേ? ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. സ്വപ്നത്തിലൊക്കെ ഭഗവാനെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും പലരും സ്വപ്നത്തിലല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. എന്നാൽ അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭഗവാനെ സ്വപ്നത്തിലായാലും കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത ഒരു കാര്യം, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്, അതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരാതിരിക്കുക എന്നുള്ളതല്ല, ആ പ്രശ്നങ്ങളെ ആയാലും അപകടങ്ങളെ ആയാലും ദുഃഖങ്ങളെ ആയാലും അതിജീവിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ചെയ്യുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ സമയവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല. പക്ഷെ ആ ഘട്ടങ്ങളിൽ, നമുക്കുണ്ടാവുന്ന വിഷമഘട്ടങ്ങളിൽ നമ്മളെ താങ്ങി നിർത്താൻ ഒരാളുണ്ടാവുക എന്നുള്ളതല്ലേ പ്രധാനം. ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ദുഃഖവും ഇല്ലാതിരിക്കാനല്ല, നമ്മുടെ വിഷമങ്ങളെ, നമ്മുടെ ദുഃഖങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി തരാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ ചിന്തിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു തീരുമാനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. ആ ഒരു ആശയം നിങ്ങൾക്ക് ഒട്ടും തന്നെ മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ ആ ഒരു ആശയം കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തോന്നുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി നിങ്ങൾ ആ ഒരു കാര്യത്തിൽ, ആ ഒരു തീരുമാനത്തിൽ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാം, ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ വന്ന് ഈ ഒരു കാര്യം പറഞ്ഞ് ഈ ഒരു വഴിയിലേക്ക് നിങ്ങളെ എത്തിച്ചത് എന്നത്. ഈ ഒരു കാര്യത്തിൽ എന്നില്ല, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊരു ഘട്ടത്തിലും ഇതുപോലുള്ള തീരുമാനങ്ങൾ ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്ന ചില സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള തീരുമാനങ്ങൾ പലപ്പോഴും നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ആശയം വന്നു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഭഗവാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആശയം തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിനായിട്ട് മറ്റൊരു ചിന്ത അതിലേക്ക് കൊണ്ടുവരില്ല. നിങ്ങൾക്കത് നടത്തിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരിക്കും മനസ്സിലുണ്ടാവുന്നത്. എന്ത് പ്രശ്നം വന്നാലും എല്ലാം ശരിയാകും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവുന്നതും ഭഗവാന്റെ കരുതൽ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവാറില്ല. ചിലർ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഡൗൺ ആയിപ്പോവും. ഇനി എന്ത് ചെയ്യണം, ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ള ചിന്ത അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. ശുഭാപ്തി വിശ്വാസം ഉണ്ടാവില്ല, ആത്മവിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ ചില ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നല്ല കല്ല് പോലെ പിടിച്ചു നിൽക്കും. ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമാണത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ആത്മവിശ്വാസം തന്നെയാണ്, ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല, ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ നൽകുന്നത് നമ്മുടെ ആത്മവിശ്വാസം തന്നെയാണ്. എപ്പോഴും നമ്മുടെ സ്ഥിതി ഇതായിരിക്കില്ല. നമുക്ക് മുന്നോട്ട് ജീവിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഭഗവാൻ കൊണ്ടുതരും എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഭഗവാൻ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം ഭഗവാന്റെ കരുതൽ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികളിൽ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് മുഖത്ത് ഉണ്ടാവുന്ന ദിവ്യത്വം. എല്ലാ വ്യക്തികളിലും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ചില ആൾക്കാരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ദൈവിക മുഖം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ദൈവിക ലക്ഷണമൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ മുഖത്ത് ആ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. മറ്റുള്ളവർക്കാണ് അത് ഫീൽ ചെയ്യുക. മുഖത്തിനുള്ള ആ ഒരു തിളക്കവും അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള ആ ഒരു ലക്ഷണങ്ങളും ഒക്കെയും ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഇനി ഇതിലെല്ലാത്തിലും പുറമെ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു ലക്ഷണമാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് അടുത്തിടപഴകുന്നത്, കുട്ടികളെ കാണുന്ന സമയത്ത് കുട്ടികൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നത്.
എല്ലാവരെയും നോക്കി കുട്ടികൾ അങ്ങനെ ചിരിക്കാറില്ല അല്ലേ? എല്ലാവരുടെ അടുത്തും വളരെ പെട്ടെന്ന് കുട്ടികൾ ഇടപഴകാറില്ല, വളരെ പെട്ടെന്ന് അടുപ്പം കാണിക്കാറില്ല. എന്നാൽ ചില ആളുകളെ കാണുന്ന സമയത്ത് കുട്ടികൾ വളരെ അടുപ്പം കാണിക്കും, വളരെ പെട്ടെന്ന് അവരുമായിട്ട് ഇണങ്ങും. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല ഇത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുള്ളവരിൽ മാത്രം കാണുന്ന ഒരു ലക്ഷണമാണിത്. ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾ വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്കും കുഞ്ഞുങ്ങൾ വരും. കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെയും തന്നെ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് കാട്ടിത്തരുന്ന ലക്ഷണങ്ങളാണ്. ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം, ഭഗവാനാണ് നിങ്ങളുടെ വഴികാട്ടി എന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.